ഹായ്. കൊല്ലം സുധി ചേട്ടൻ്റെ ഭാര്യ രേണു സുധി ചേച്ചിയുടെ വീഡിയോസും ഷൂട്ട്സും ഫോട്ടോസും ഒക്കെ ഞാൻ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പേഴ്സണലി ചേച്ചിയെ. പക്ഷെ ചേച്ചിയുടെ ഒരുപാട് വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ താഴെ വരുന്ന കമൻറ്റ് ഭയങ്കര ബാഡ് കമൻറ്റുകളാണ് വരുന്നത്. അതെന്താണ് ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഒരാളെ ചിത്രീകരിക്കുന്നതെന്ന് അറിയില്ല. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നോക്കുകയും സ്വന്തം വീടും സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളെ ഇത്ര മോശമായിട്ട് ചിത്രീകരിച്ചതുകൊണ്ട് ആളുകൾക്ക് എന്ത് കിട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ചേച്ചിക്ക് നിങ്ങൾ ഈ സംസാരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് അവരുടെ വീട് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരു ശതമാനം ആ വീട്ടിൽ കൊടുത്ത് ആ കുട്ടികളെയും ആ ചേച്ചിയൊക്കെ നോക്കാൻ പറ്റും. ഒരു വീടായി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. എന്നും നമ്മൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ചേട്ടനുണ്ടായിരുന്ന കാലത്ത് ചേട്ടൻ നോക്കി, ഇപ്പം ചേട്ടനില്ലാത്തപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വളർത്തണ്ടേ, ആ ചേച്ചിക്ക് ജീവിക്കണ്ടേ. ഇതൊക്കെയാണ് ജീവിതം. സ്വന്തം ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുമ്പം ഒരു നിമിഷം ചിന്തിക്കുക, നമ്മളെ അവരുടെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുക. കാരണം ഞാനിതിപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് ബാഡ് കമൻറ്റ്സ് ആ ചേച്ചിയുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഫീൽ പ്രൗഡ് ചേച്ചി, ബിക്കോസ് ചേച്ചി ആ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു രീതിക്ക് പോവുകയോ അല്ലെങ്കിൽ ആ ചേച്ചി കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാതെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ, അല്ലേ? ബൈ. ഇതുവഴി വരവേ നിനക്കു നേരാം മംഗള സൗഭാഗ്യം. കൊന്ന പൂവാൽ കന്നിക്കോടി, ആലിലയാൽ പീലി താലി, കന്നി പെണ്ണെ നിന്നെ ചാർത്താൻ കാറ്റിന്റെ കസ്തൂരി, മൈലാഞ്ചി കൈ